ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് ഇന്ന് പരിസമാപ്തി കുറിക്കും. കഴിഞ്ഞ ദിവസം പുറത്തെഴുന്നള്ളിയ ദേവി ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ചന്തു ചന്ദ്രശേഖർ ഒപ്പം ചേരുന്നുണ്ട്. ചന്തു, വിവരങ്ങൾ. ഹലോ ചന്തു, കേൾക്കാമെങ്കിൽ പൊങ്കാല മഹോത്സവത്തിന് ഇന്ന് പരിസമാപ്തി കുറിക്കുകയാണ്. അകത്തെഴുന്നള്ളിക്കുകയാണ് ദേവിയെ. തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വിവരങ്ങൾ. ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന്റെ പരിസമാപ്തി ചടങ്ങുകളിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി പുറത്തെഴുന്നള്ളിയ ദേവി ഇപ്പോൾ അകത്തേക്ക് എഴുന്നള്ളുന്നു. ഗജരാജൻ തൃക്കടവൂർ ശിവരാജുവാണ് ദേവിയുടെ തിടമ്പേറ്റി ഇപ്പോൾ അകത്തേക്ക് എഴുന്നള്ളുന്നത്. ഈ ഒരു മുഹൂർത്തത്തിനായി രാവിലെ മുതൽ ഭക്തർ കാത്തിരിക്കുകയാണ്. കൂടാതെ കഴിഞ്ഞ ദിവസം കുത്തിയോട്ട ബാലന്മാർ ദേവി ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തി അകത്തേക്ക് എഴുന്നള്ളുന്നതിന് വേണ്ടി ദേവിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വഴിനീളെ താലപ്പൊലിയും തട്ടപൂജയും ഒക്കെ സ്വീകരിച്ചാണ് ദേവി ഇപ്പോൾ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ദേവി ഇപ്പോൾ ക്ഷേത്രത്തിനകത്തേക്ക് എഴുന്നള്ളുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃക്കടവൂർ ശിവരാജു ആണ് ദേവിയുടെ തിടമ്പേറ്റി ഇപ്പോൾ അകത്തേക്ക് എഴുന്നള്ളുന്നത്. ഭക്തർ കൈകൂപ്പി കാത്തിരുന്ന ആ ഒരു നിമിഷം എല്ലാവരും അമ്മേ നാരായണ ദേവി നാരായണ ആ മന്ത്രം നാവിലുരുവിട്ട് ഈ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ഇനി ഉച്ചയ്ക്ക് പൂജ നടന്നതിന് ശേഷം നട അടയ്ക്കും. അതിന് ശേഷം വൈകിട്ട് ദീപാരാധന ഉണ്ട്. വൈകിട്ട് നട തുറന്നതിന് ശേഷം ദീപാരാധന നടക്കും. തുടർന്ന് രാത്രി 9 മണിക്കാണ് കാപ്പഴിക്കൽ ചടങ്ങ് നടക്കുക. അതിനുശേഷം രാത്രി 12 മണിയോടെ കുരുതി തർപ്പണം പൂർത്തിയാകുന്നതോടുകൂടി ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് പരിസമാപ്തിയാകും. എന്തായാലും ഏറെ കാത്തിരുന്ന മുഹൂർത്തം, ഏറെ കാത്തിരുന്ന നിമിഷം, ഏറെ ഭക്തിസാന്ദ്രമായ ഒരു മുഹൂർത്തമാണിപ്പോൾ ആറ്റുകാൽ ദേവി ക്ഷേത്ര സന്നിധിയിൽ നാം കാണുന്നത്. ദേവി ഇപ്പോൾ അകത്തേക്ക് എഴുന്നള്ളുന്ന ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്.
പൊങ്കാല മഹോത്സവത്തിൻ്റെ പരിസമാപ്തി ചടങ്ങുകളിലേക്കാണ് എത്തുന്നത്. ഇന്നലെ രാത്രി 11 മണിക്ക് സഹോദരനായ മണക്കാട് ശ്രീ ധർമ്മശാസ്താവിനെ കാണാൻ പുറത്തേക്ക് എഴുന്നള്ളിയ ദേവിയെ അകത്തേക്ക് എഴുന്നള്ളിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃക്കടവൂർ ശിവരാജുവാണ് ദേവിയുടെ ഭഗവതിയുടെ തിടം പേറ്റുന്നത്.